ഹലോ, സൂപ്പർപൊസിഷൻ ഓഫ് ടു സിനുസോയ്ഡൽ വേവ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡെറിവേഷനാണ് സൂപ്പർ പൊസിഷൻ ഓഫ് ടു സിനുസോയ്ഡൽ വേവ്സ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യണം. ഹാവിങ് ഡിസ്പ്ലേസ്മെൻറ്റ് y1 ഈക്വൽ ടു a1 sin omega t and y2 equal to a2 sin omega t plus delta. ഇതിൽ y1 ആൻഡ് y2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് വേവ്സ് ആണ്. അതേപോലെ a1 ആൻഡ് a2 എന്ന് പറയുന്നത് ആ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഒമേഗ എന്ന് പറയുന്ന ഫ്രീക്വൻസി, ഡെൽറ്റ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ആണ്. അതായത് y2 എന്ന വേവ് y1നേക്കാൾ ഡെൽറ്റ ഫേസ് ഡിഫറൻസിലാണ് ഉള്ളത്. ഇനി രണ്ട് വേവും കൂടെ സൂപ്പർപോസ് ചെയ്യുന്നു. അപ്പോൾ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് വേവ് വിൽ ബി ദ വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഈ y ആണ് റിസൾട്ടൻറ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ വെക്റ്റർ സം ചെയ്യാൻ പോവാണ്. സോ y1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a1 സൈൻ ഒമേഗ ടി പ്ലസ് y2 എന്ന് പറയുന്നത് a2 സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഓക്കെ, ഇനി നമ്മൾ ഈ a2 സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്നുള്ളത് സൈൻ എ പ്ലസ് ബി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് a2 സൈൻ ഒമേഗ ടി കോസ് ഡെൽറ്റ പ്ലസ് അതുപോലെ സൈൻ എ പ്ലസ് ബി, സോ സൈൻ ഡെൽറ്റ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. സൈൻ എ പ്ലസ് ബി നമ്മളിനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ a1 സൈൻ ഒമേഗ ടി പ്ലസ് a2 സൈൻ ഒമേഗ ടി കോസ് ഡെൽറ്റ പ്ലസ് a2 സൈൻ ഡെൽറ്റ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ ഈ സൈൻ ഒമേഗ ടിൻ്റെ ടേം ഒരുമിച്ച് എഴുതുക. അപ്പോൾ സോ a1 പ്ലസ് a2 കോസ് ഡെൽറ്റ എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് സൈൻ ഒമേഗ ടി നമ്മൾ പുറത്തെടുത്തു. ബാക്കിയുള്ളത് a2 സൈൻ ഡെൽറ്റ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നോക്കുക, ഈ ടേം ഇത് സൈൻ ഒമേഗ ടിയിലാണ്, ഇത് കോസ് ഒമേഗ ടിയിലാണ്. ഈ ടേമിന് നമ്മൾ പുതിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. അതായത് a1 പ്ലസ് a2 കോസ് ഡെൽറ്റ എന്നുള്ളതിന് നമ്മൾ ജസ്റ്റ് എ കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ക്യാപിറ്റൽ എ എന്താണെന്ന് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഇത് 1 and 2, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ a2 സൈൻ ഡെൽറ്റ എന്നുള്ളതിനെ ഞാൻ എ സൈൻ ഫൈ എന്ന് കൊടുത്തു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4, സൈൻ ഫൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ 3ഉം 4ഉം ഞാൻ ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. സോ ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ വൈ ഈക്വൽ ടു a1 പ്ലസ് a2 കോസ് ഡെൽറ്റ എന്ന് പറയുന്നത് എ കോസ് ഫൈ ആണ്. സോ ഇവിടെ എ കോസ് ഫൈ എന്ന് കൊടുത്തു. എ കോസ് ഫൈ ബാക്കി സൈൻ ഒമേഗ ടി പ്ലസ് ഇവിടെ a2 സൈൻ ഡെൽറ്റ എന്നുള്ളതിന് ഞാൻ എ സൈൻ ഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എ സൈൻ ഫൈ കോസ് ഒമേഗ ടി. ഇനി ഈ ഇക്വേഷനെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത് y is equal to a, ഇത് സൈൻ എ പ്ലസ് ബി രൂപത്തിലാണ് അല്ലേ. എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളത് ആയിട്ട് എഴുതാൻ പറ്റും. ഇതിലിത് സൈൻ എ പ്ലസ് ബി എന്ന രൂപത്തിൻ്റെ എക്സ്പാൻഷനാണ് ഈ കാണുന്നത്. ഈ എ പുറത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് എ സൈൻ ഒമേഗ പ്ലസ് ടി പ്ലസ് ഫൈ എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്താൽ സൈൻ ഒമേഗ ടി കോസ് ഫൈ കോസ് ഒമേഗ ടി സൈൻ ഫൈ എന്ന് കിട്ടും. സോ ഞാൻ അതിനെ ഇങ്ങനെ എഴുതി. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഈ ഇക്വേഷൻ നമ്പർ 5 ആണ് ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ
സൂപ്പർപോസിഷൻ ഓഫ് ടു വേവ്സ്, രണ്ട് വേവ്സ് സൂപ്പർപോസ് ചെയ്തതാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നോക്കുക, സൂപ്പർപോസ് ചെയ്ത് കിട്ടിയ റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഡിസ്പ്ലേസ്മെൻറ്റാണ് കിട്ടിയത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എയും അതിൻ്റെ ഫ്രീക്വൻസി പറയുന്നത് ഒമേഗ തന്നെയാണ്. അതുപോലെ അതിൻ്റെ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്നത് ഫൈ ആണ്. അപ്പോൾ നമുക്കിതിൽ അറിയാത്തത് എയും ഫൈയുമാണ്. അതായത് ക്യാപിറ്റൽ എയും ഫൈയും എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത നമ്മളുടെ ശ്രമം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി എ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എ. അപ്പോൾ ടു ഫൈൻഡ് എ, റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഇക്വേഷൻ നമ്പർ 3യും 4. ആ ഇക്വേഷൻ നമ്പർ 3നെയും 4നെയും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനെ സ്ക്വയർ ചെയ്യണം. ഇക്വേഷൻ 3യെ സ്ക്വയർ ചെയ്യണം, പിന്നെ ഇക്വേഷൻ 4നെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യണം. അതായത് ഇക്വേഷൻ 3 സ്ക്വയർ പ്ലസ് ഇക്വേഷൻ 4 സ്ക്വയർ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ 3 എന്ന് പറയുന്നത് a1 പ്ലസ് a2 കോസ് ഡെൽറ്റ സ്ക്വയർ പ്ലസ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അതുപോലെ ഇക്വേഷൻ നമ്പർ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് a2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ എന്ന് കിട്ടും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി രണ്ടിൻ്റെയും കൂടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? ഒന്നിൻ്റെത് എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈയും അതുപോലെ അടുത്തിൻ്റെത് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈയുമായിരുന്നു. എ സൈൻ ഫൈ ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും. അതേപോലെ അപ്പം ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഡെൽറ്റ പ്ലസ് a2 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അതേപോലെ ഇത് അതേപോലെ എഴുതാം, a2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എ സ്ക്വയർ പുറത്തെടുത്തു, എന്നിട്ട് ഇവിടെ സ്ക്വയർ ഉണ്ട്, കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് നമുക്കറിയാം. കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ ഇതിൽ നിന്ന് a2 സ്ക്വയർ പുറത്തെടുക്കാം. a2 സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? അതെന്താണ്? കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഡെൽറ്റ, എ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി എന്നൊക്കെ പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതും എന്താണ്? 1 ആണ്. സോ ബാക്കിയുള്ളത് ഞാൻ എഴുതാൻ പോവാണ്. a1 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഡെൽറ്റ പ്ലസ് a2 സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ എ സ്ക്വയർ. ഇതെന്താണ്? ഇത് എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് എ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഡെൽറ്റ പ്ലസ് a2 സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഡെൽറ്റ പ്ലസ് a2 സ്ക്വയർ. നമുക്ക് എ കിട്ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ എത്രയായിരുന്നു? 5 ആണ് ലാസ്റ്റ് കൊടുത്തത്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എ കണ്ടുപിടിച്ചത്? നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ നമ്പർ 3യും 4ഉം സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തു. ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുക, കുറച്ച് കോമൺ ആയിട്ട് ടേംസൊക്കെ പുറത്തെടുക്കാനുണ്ട്. എന്നിട്ട് അപ്പോൾ നമുക്ക് എ എന്താണെന്ന് കിട്ടും. അതായത് റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് കിട്ടിയത്. റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഫേസ് ഡിഫറൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ടു ഫൈൻഡ് ദ ഫേസ് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് അതായത് രണ്ട് വേവ്സിൻ്റെ ഇൻഡിവിജ്വൽ ഫേസ് ചേർന്നുള്ള റിസൾട്ടൻ വേവിൻ്റെ ഫേസ് നമുക്ക് കണ്ടുപിടിക്കണം. 5 എന്ന റിസൾട്ടൻ വേവിൻ്റെ ഫേസ്. അതിന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ 4ഉം 3യും ആവശ്യമുണ്ട്. ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3 ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ നമ്പർ 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് a2 സൈൻ ഡെൽറ്റ ആയിരുന്നു. ഇക്വേഷൻ 3ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് a2
കോസ് ഡെൽറ്റ ആയിരുന്നു. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 4ൻ്റെത് സൈൻ എ സൈൻ ഫൈയും മറ്റേതിൻ്റെത് ഇക്വേഷൻ നമ്പർ 3ൻ്റെത് എ കോസ് ഫൈയും ആയിരുന്നു. എ ക്യാൻസൽ ചെയ്തു. ഇത് ഇത് A1 പ്ലസ് A2 കോസ് ഡെൽറ്റ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സോ സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഫൈ ആണ്. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു A2 സൈൻ ഡെൽറ്റ ഡിവൈഡ് ബൈ A1 പ്ലസ് A2 കോസ് ഡെൽറ്റ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് A2 സൈൻ ഡെൽറ്റ ഡിവൈഡ് ബൈ A1 പ്ലസ് A2 കോസ് ഡെൽറ്റ. സോ ദിസ് ഈസ് the phase of the resultant wave. അപ്പോൾ നോക്കുക, റിസൾട്ടൻറ്റ് വേവിൻ്റെ ഫേസും ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയും അതുപോലെ ഫേസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡെൽറ്റയും A1 A2 എല്ലാം അതിൽ പ്രസൻ്റ് ആണ്. ഇനി അടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇൻറ്റൻസിറ്റി. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, ഫേസ് കണ്ടുപിടിച്ചു. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് റിസൾട്ടൻറ്റ് വേവ് ആണ്. നമുക്കറിയാം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് നമുക്ക് നേരത്തെ കിട്ടിയത് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഡെൽറ്റ ഹോൾ റൈസ് ടു ഹാഫ് ആയിരുന്നു. അത് റൂട്ട് ഓഫ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, പറയാം. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഡെൽറ്റ. സോ ദിസ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റിസൾട്ടൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പം നമുക്ക് കിട്ടിയത് I ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നുള്ളതാണ്. ആക്ച്വലി I ഈസ് പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യണം. സോ ദിസ് ഈസ് ദ K is the proportionality constant. K is equal to A square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 square plus A2 square plus 2A1 A2 cos delta. So this is the intensity of the resultant wave. ഇനി സപ്പോസ് ഈ വേവിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ KA1 സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഫസ്റ്റ് വേവ് ആണ്. നോക്കുക, ഫസ്റ്റ് വേവിൻ്റെത് ഇത് KA2 സ്ക്വയർ എന്ന് പറഞ്ഞത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ KA1 സ്ക്വയർ കിട്ടും, KA2 സ്ക്വയർ കിട്ടും. എന്നാൽ സെക്കൻഡ് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അസ്യൂം ചെയ്യുക. ആൻഡ് അസ്യൂം ദാറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ റിസൾട്ടൻറ്റ് വേവ് എന്ന് പറയുന്നത് KA1 എന്ന് പറയുന്നത് ഫസ്റ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ I1 എടുത്തു, സെക്കൻഡ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ I2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ K1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഇൻറ്റൻസിറ്റി ഓഫ് റിസൾട്ടൻറ്റ് വേവ് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് ഇവിടെ ഞാൻ A1 എന്ന് പറയും, A1 സ്ക്വയറാണ് ഫസ്റ്റ് വേവിൻ്റെത്. അപ്പോൾ A1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് I1 അതുപോലെ റൂട്ട് ഓഫ് I2 cos delta. So this is the intensity of the resultant wave. അതായത് intensity of first wave plus intensity of second wave root of intensity of first wave into intensity of second wave cos delta. This is the phase difference between. Okay.